എപ്പോഴും കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തവൻ ആനുകാലികമായി അല്ലെങ്കിൽ ജീവിത അവസ്ഥയെ നേരിട്ട് കണ്ടറിഞ്ഞ് അനുഭവിച്ചവനാണ് ആര് ഭഗവാൻ. അദ്ദേഹത്തിന് ഈശ്വരനായി മാത്രം കാണാണ്ടേ ഇരിക്കും. എപ്പോഴും അദ്ദേഹം കാണിച്ചു തന്ന മാർഗം, അദ്ദേഹം പച്ചയായ മനുഷ്യനായി വന്ന ആളാ അല്ലേ? പച്ചയായ മനുഷ്യനായി വന്ന ആളാ. ഭഗവാനായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അസാധ്യമായിട്ടൊന്നുമില്ല അല്ലേ? എന്നാലൊന്ന് ആലോചിച്ച് നോക്കിക്കുക, അദ്ദേഹം നേരിട്ട പോലെ ശത്രുക്കളെ നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടാ? കണ്ടിട്ടില്ലാത്തവന്മാർ പോലും ശത്രുക്കളായിരുന്നു ഇല്ലേ? ഭഗവാൻ തന്നെ ശിശുപാലനമൊക്കെ നിൽക്കുന്ന സമയത്ത് ചോദിക്കുന്നൊരു ഭാഗമുണ്ട് അത്രേ. എന്താണെന്നറിയോ? ജരാസന്ധന് ദേഷ്യം തോന്നിയ സ്വാഭാവികമാണ്. എന്താ? അയാളുടെ 2 പെമ്മക്കും വൈദവ്യ ദുഃഖം ഉണ്ടാക്കി കൊടുത്തവനാര്? വാസുദേവൻ, കൃഷ്ണൻ അല്ലെ? കംസന്റെ പത്നിമാര് ജരാസന്ധന്റെ 2 പെമ്മക്കൾ, അസ്ഥി പ്രാപ്തി. സ്വാഭാവികം കംസൻ എന്നോട് ദേഷ്യം തോന്നിയ അതിനൊരു കാരണമുണ്ട്. ചോദിച്ചിരിക്കുന്നുണ്ട്, ഈ കൂടെ നിൽക്കുന്നവന്മാരെ ഒരുത്തനെയും ഞാൻ കണ്ടിട്ടില്ല, അവന്മാരെന്നെയും കണ്ടിട്ടില്ല. പക്ഷേ ഇവന്മാർക്കെല്ലാം ശത്രുത ആരോടാ? എന്നോടാ ശത്രുത. ഞാൻ ഇവന്റെ ഒന്നും വീട്ടിൽ വെണ്ണ പോലും കക്കാൻ പോയിട്ടില്ല. എന്നിട്ടും ശത്രുതയാണ് ആരോട്? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, മറ്റൊരാൾ എന്ത് പറയുന്നു, മറ്റൊരാളെ തളർത്തിക്കളഞ്ഞ തളർന്നു പോകുന്നവനല്ല ഞാനെന്ന് ലോകത്ത് കാണിച്ചു കൊടുത്ത ആൾ ആര്? ശ്രീകൃഷ്ണൻ. അപ്പം മറ്റൊരാളുടെ മുമ്പിൽ തളർന്നു പോകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. മറ്റൊരാളുടെ വാക്കുകൾ കേട്ട് തളർന്നിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വന്നത്. പറയുന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. തമിഴിൽ പറയാറുണ്ട്, നായില്ലാത്ത ലോകവുമില്ല, കുറയ്ക്കാത്ത നായുമില്ല എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? തമിഴിലൊരു സെയിങ്ങാ പറയണത്. എന്താ വെച്ചാൽ, നായില്ലാത്ത ലോകവും ഇല്ല, കുറയ്ക്കാത്ത നായുമില്ല. അപ്പൊ ഈ കുറ്റം പറയേണ്ട ആള് ജീവിതകാലം മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഭംഗിയാക്കി ചെയ്യുക. ഓരോ പ്രാവശ്യവും നമ്മൾ, ഓരോ ദിവസവും നമ്മൾ എത്രയും ഭംഗിയാക്കാൻ പറ്റുമോ, ഇന്നത്തെ ദിവസത്തിനേക്കാൾ ഏറ്റവും നന്നായിട്ട് വേണം നമ്മുടെ അടുത്ത ദിവസവും വരാൻ. പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വീട്, നമ്മുടെ പരിസരം, നമ്മുടെ ചിന്ത ഇതൊക്കെ സംശുദ്ധമായിരിക്കണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. എന്തെന്നാ പറഞ്ഞേ? കേട്ടില്ല? ഇഷ്ടപ്പെട്ടില്ലേ? വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമ്മൾ ആഹാരം കഴിക്കുന്ന സ്ഥലത്തിന്, ഇരുന്ന് കഴിക്കുന്ന ആ ഉപകരണത്തിന് എന്താ നമ്മൾ പേര് പറയുക? ഡൈനിങ് ടേബിൾ എന്ന് പറയില്ലേ? ഡൈനിങ് ടേബിൾ എന്ന് പറയും. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലോട്ടൊന്ന് പോയി, ആ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കിടക്കുന്ന സാധനം പഞ്ചായത്തിലെ എല്ലാ സാധനങ്ങളും കാണും എൻ്റെ മണ്ടയ്ക്ക് ഇല്ലേ? വീട്ടിൽ അമ്മ വെച്ച് കൊടുക്കുന്ന രുചികരമായിരിക്കുന്ന ഭക്ഷണം, അല്ലെ അമ്മ വെച്ച് കൊടുക്കുന്ന ആഹാരത്തിന് ചിലപ്പോൾ ഉപ്പോ മധുരോ എരിവോ പുളിവോ ചെറിയ കുഴപ്പമേ കാണത്തുള്ളൂ. ഏതോ ബംഗാളി ചവിട്ടിക്കുഴച്ചുണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് എന്നാ രുചിയ ഇല്ലേ? അയാളെങ്ങനെ ഉണ്ടാക്കുന്ന പോലും അറിയില്ലേ, അതിൻ്റെ രുചിയാ. നമുക്കറിയത്തില്ല അതെങ്ങനെ ഉണ്ടാക്കണത്. മേ ബി നന്നായിട്ടുണ്ടാക്കാം, മേ ബി മോശമായിട്ടുണ്ടാക്കാം. ആലോചിച്ച് നോക്ക്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ വീട്ടിൽ ഡൈനിങ് ടേബിൾ ആവട്ടെ, നമ്മുടെ വീടിന് അടുക്കളയാവട്ടെ, ഏറ്റവും വൃത്തിയായി കിടക്കണം. എവിടാന്നറിയാവോ? നമ്മുടെ ശൗചാലയം ഏറ്റവും വൃത്തിയായി കിടക്കണം. അടുക്കളയേക്കാൾ, പൂജാമുറിയേക്കാൾ ഒക്കെ വൃത്തിയായി കിടക്കണം. ഏത്? നമ്മുടെ ശൗചാലയം. കാരണം എന്താ വെച്ചാൽ, രോഗപ്രസരണം ഉണ്ടാകാൻ പാടില്ലാത്ത സ്ഥലമായത് ഏത്? അവിടം വൃത്തിയായി കിടക്കണം. ശരീരം ആദ്യം കലു ധർമ്മസാധനം. ശരീരമില്ലെങ്കിൽ ഭാഗവതം പോയിട്ട് അമ്പലത്തിൽ പോലും വരാൻ പറ്റുകയില്ല. അതുകൊണ്ട് ശരീരത്തിന് ആരോഗ്യമുണ്ടാവണം, വൃത്തിയുള്ള പരിസരമുണ്ടാവണം. ഇപ്പോഴും നോക്കിക്കോ, ചിലരുടെ വീട്ടിൽ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ സിങ്കിൻ്റെ ഉള്ളിൽ ഇന്ന് കാലത്ത് കഴിച്ച പാത്രം വെള്ളമൊഴിച്ച് ഇട്ടിട്ട് ഇവിടെ വന്നവരുണ്ട് ഇല്ലേ? ചെന്നിട്ട് കഴുകാവില്ല. ഉച്ചക്കത്തെ സത്സംഗവും കഴിഞ്ഞ് അന്നദാനവും കഴിഞ്ഞ് പതുക്കെ വീട്ടിൽ ചെന്ന് വൈകുന്നേരം വന്നാൽ മതിയല്ലോ, പതുക്കെ കഴുകാം. സജ്ജനങ്ങളെ, നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വിഷയമാണ്, വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വിഷയമാണ്. അതേപോലെ ചില വീടുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ
അടിയന്തര അറിയിപ്പ് അറിയിക്കുന്ന സാധനമല്ലേ ഇത്? എന്താ പറയുക ഇതിൻ്റെ പേര്? നോട്ടീസ് എന്ന് പറയില്ലേ? ഈ നോട്ടീസ് ഇപ്പം എനിക്ക് എൻ്റെ പരിമിതമായ അറിവ് ശരിയാണെങ്കിൽ ഇന്നാണ്ട് അറൗണ്ട് 300-400 വീടുണ്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട്. ഈ 300-400 വീടുണ്ടെങ്കിൽ പോട്ടെ, 400 വീട് കൂട്ടിക്കോ, 350 വീടിൻ്റെയും ടീപ്പോടെ പുറത്ത് ഇപ്പോഴും ഈ സാധനം ഒരു പേജ് പോലും മറിക്കാതെ കിടപ്പുണ്ട്. ഇല്ലേ? ഇതിൻ്റെ അകത്ത് എന്താ എഴുതിയേക്കുന്നതെന്ന് അറിയില്ല, എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയില്ല. സപ്താഹമല്ലേ, ഞങ്ങൾ എത്ര സപ്താഹം കണ്ടതാ ഇല്ലേ? ഒന്നുമല്ല, എൻ്റെ അത് അക്ഷരത്തെറ്റുണ്ടോയെന്നെങ്കിലും നോക്കാൻ വേണ്ടി എന്ത് തുറക്കണം? അത് തുറന്നു നോക്കണം.